Hi, all. Welcome back to our channel. SSCയുടെ 2024-25 കലണ്ടർ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കലണ്ടറാണ്. അപ്പോൾ 2024-25ന്റെ എക്സാം കലണ്ടറാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതൊക്കെ പോസ്റ്റ് ഉണ്ട്, എന്നാണ് എക്സാം ഡേറ്റ്, എന്നാണ് നോട്ടിഫിക്കേഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഇയറും SSC ഇറക്കുന്നതാണ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് ഗ്രേഡ് സി സ്റ്റെനോഗ്രാഫർ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. അത് 5th ജനുവരിയിൽ 2024 നോട്ടിഫിക്കേഷൻ വരും. എക്സാം ഏപ്രിൽ മെയ് 2024 ആണ്. അപ്പൊ അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റൽ എക്സാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന എക്സാംസ് നമുക്ക് നോക്കാം. സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് 2024 അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ഫെബ്രുവരി 2024. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28 ഫെബ്രുവരി 2024 ആണ്. എക്സാം വരുന്നത് ഏപ്രിൽ മെയ് 2024. നെക്സ്റ്റ് എന്താണ് SSC CPO അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എക്സാമിനേഷൻ 2024. 15th ഫെബ്രുവരി 2024 ആണ് അതിന്റെ അഡ്വർടൈസ്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലോസിംഗ് ഡേറ്റ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് 15th ഫെബ്രുവരി. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 14th മാർച്ച്. എക്സാം വരുന്നത് മെയ് ജൂൺ 2024. പിന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറ്റുന്നത് SSC JE Civil, Mechanical, Electrical, Quantity Survey and Contracts Examination 2024. അതിന്റെ പേപ്പർ 1 എക്സാം എന്ന് പറയുന്നത് ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് 29th ഫെബ്രുവരി 2024. ക്ലോസിംഗ് ഡേറ്റ് 29th മാർച്ച് 2024 ആണ്. എക്സാം ഡേറ്റ് മെയ് ടു ജൂൺ 2024. അപ്പം SSC JEയുടെ 2023യുടെ എക്സാം ഇപ്പം ടയർ 1 കഴിഞ്ഞതേ ഉള്ളൂ. ടയർ 2 ഡിസംബർ 4-നാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെയാണ് വന്നിരുന്നത്. അപ്പം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെയാണ് നമുക്ക് എക്സാം വരുന്നത്. മെയ് ജൂൺ ഒരു 5 or 6 months തന്നെ നെക്സ്റ്റ് എക്സാമും വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കണ്ടിന്യൂവേഷൻ ഇതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് CHSL +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. CHSL 2024 അതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ 2024 ആണ്. ജൂൺ ജൂലൈ 2024. നോട്ടിഫിക്കേഷൻ വരുന്നത് 2nd ഏപ്രിൽ 2024. ക്ലോസിംഗ് ഡേറ്റ് 1st മെയ് 2024. പിന്നെ MTS 10th പാസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ആണ് MTS എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ വേക്കൻസീസ് പ്രതീക്ഷിക്കുന്ന പോസ്റ്റുകളാണ് CHSL, MTS പോലെയുള്ളത്. അപ്പൊ അത് 2024 അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് 7th മെയ് 2024. ക്ലോസിംഗ് ഡേറ്റ് 6th ജൂൺ 2024. എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് 2024. പിന്നെ CGL ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ആവുന്ന പോസ്റ്റ് ആണ് CGL എന്ന് പറയുന്നത്. CGL 2024 എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് CGL എന്ന് പറയുന്നത്. അപ്പം CGLന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് നോക്കുക 11th ജൂൺ 2024 ആണ്. ക്ലോസിംഗ് ഡേറ്റ് 10th ജൂലൈ 2024. എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ടു ഒക്ടോബർ 2024 ആണ്. ഓക്കെ. പിന്നെ 10th പാസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു യൂണിഫോം പോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം കോൺസ്റ്റബിൾ GD ആണ്. അതാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന വേറൊരു പോസ്റ്റ് എന്ന് പറയുന്നത്. 27th ഓഗസ്റ്റ് 2024 അതിന്റെ അഡ്വർടൈസ്മെന്റ് വരും. ക്ലോസിംഗ് ഡേറ്റ് 27th സെപ്റ്റംബർ 2024. എക്സാം ഡിസംബർ 2024 ടു ജനുവരി 2025. ഇപ്പൊ 2024 എക്സാം വരാനിരിക്കുന്നേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ GDയുടെ നവംബർ 24 വരുമെന്നായിരുന്നു കലണ്ടറിൽ ഉണ്ടായിരുന്നത്. നവംബർ 24, 2024 വരും. അപ്പൊ അത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോൺസ്റ്റബിൾ GD 2024. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള എക്സാംസിന്റെ എക്സാം ഡേറ്റ് ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെച്ചേക്കാം. സെലക്ഷൻ പോസ്റ്റ് ഫേസ് 12 എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് ഏപ്രിൽ മെയ് 2024 ആണ്. CPO അതായത് SI പോസ്റ്റിലേക്കുള്ളത് മെയ് ജൂൺ 2024. SSC JE ഇതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. SSC JE അല്ലെ, SSC JEയുടെ പേപ്പർ 1 എക്സാം വരുന്നത് മെയ് ജൂൺ 2024 അപ്പം ഹാർഡ്ലി ഒരു 5 or 6 months കൂടെ നമുക്കിനി പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് കൂടുതൽ ആപ്ലിക്കൻസ് വരുന്ന CHSL ആണ്. അതിന്റെ എക്സാം ഡേറ്റ് ജൂൺ ജൂലൈ 2024. SSC MTS ജൂലൈ ഓഗസ്റ്റ്. SSC CGL സെപ്റ്റംബർ ഒക്ടോബർ. SSC GD Constable ഡിസംബർ 2024 ടു ജനുവരി 2025. അപ്പൊ CGL അറൌണ്ട് ഒരു 1 year ഏകദേശം 1 year എന്ന് പറയുമ്പോൾ ചിലവർ 11 or 12 months ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ JEക്കും ഈ ഒരു പ്രിപ്പറേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ബന്ധപ്പെട്ട കമന്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്തുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്